ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ചക്ക തോരനാണ്. ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടിച്ചക്ക ചെറുതായി അരിഞ്ഞ് കഴുകി വാരി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ കറിവേപ്പിൻ്റെ ഇല, ഉണക്കമുളക്, ചെറിയുള്ളി, അതുപോലെ തന്നെ ചീനമുളകും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി നന്നാക്കി ചൂടാക്കിയതിന് ശേഷം നമ്മൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ കടുക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി മൂത്ത് പൊട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും നന്നായി വഴറ്റി കൊടുക്കണം. വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മളിതിലോട്ട് ആവശ്യമായ ഉണക്കമുളക് ആഡ് ചെയ്യുന്നുണ്ട്. ഉണക്കമുളക് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളതിലോട്ട് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശേഷം നമ്മളതിലോട്ട് ചെറിയ ചീനമുളക് അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ച നമ്മളുടെ ഇടിച്ചക്ക ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇടിച്ചക്കയ്ക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം 1/2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ കുക്കറിലാണ് ഞങ്ങൾ വയ്ക്കാറുള്ളത്. ഇതിപ്പോൾ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ നൈറ്റിൽ ഉണ്ടാക്കുകയാണ് ഇങ്ങനെ. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ചട്ടി നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഒതുക്കി വെക്കുക. ഒതുക്കി വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഫുള്ളിലിട്ട് കൊടുക്കണം കേട്ടോ നമ്മളുടെ ഗ്യാസ്. എന്നിട്ട് നന്നായിട്ട് അടച്ച് വയ്ക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി വെക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ ഒതുക്കി വെച്ച് കൊടുക്കണം. ഒതുക്കി വെച്ചിട്ട് നമ്മളൊന്ന് അടച്ച് വെക്കണം. ഒരു 5 മിനിറ്റ് കൂടി കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നമ്മുടെ ഇടിച്ചക്കത്തോരൻ റെഡിയായി. നോക്കൂ, നമ്മുടെ ഇടിച്ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഗൈസ്, ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. താങ്ക് യു.